നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിന് എതിരായ നാളെ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തിന് അർഹമായ വിഹിതം കേന്ദ്രം നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെ സർക്കാർ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാർ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമാകാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. വാർത്തകളിലേക്ക് ഉൾപ്പെടെ വിശദമായി പോകാം. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന ബജറ്റിൽ സപ്ലൈകോയ്ക്ക് അധിക തുക വകയിരുത്തിയില്ല എന്ന മന്ത്രിയുടെ വാദം തെറ്റ്. 1731 കോടി രൂപ അനുവദിച്ചെന്ന് തെളിവുകൾ. റേഷൻ സബ്സിഡിക്ക് മാത്രം 938 കോടി. കണക്കുകൾ പുറത്തുവിട്ട ന്യൂസ് 18. വയനാട്ടിൽ വീണ്ടും കടുവ. സുരഭിക്കവലയിൽ ആടിനെ കൊന്നു. ആശങ്കയിൽ നാട്ടുകാർ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ കർണാടകയുടെ ഡൽഹി സമരം ഇന്ന്. ജന്തർ മന്ദറിൽ കോൺഗ്രസ് ദേശീയ നേതാക്കളടക്കം പങ്കെടുക്കും. കേരളത്തിന്റെ പ്രതിഷേധം നാളെ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ. ഗ്യാൻവ്യാപി പള്ളിയിലെ പൂജയിൽ ഹർജികൾ ഇന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ. മറ്റ് നിലവറകളിലും പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്ന ഹർജിയും പരിഗണിക്കും. കെജ്രിവാളിനെതിരായ ഇ ഡി പരാതി ഇന്ന് കോടതിയിൽ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി സഹകരിക്കുന്നില്ലെന്ന് ഹർജി. പരിഗണിക്കുന്നത് ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി. കണ്ണൂർ പഴയങ്ങാടിപ്പാലത്തിൽ ഗ്യാസ് ടാങ്കർ മറിഞ്ഞു. അപകടം 3 വാഹനങ്ങളിൽ ഇടിച്ച ശേഷം വാതക ചോർച്ചയില്ലെന്ന നിഗമനം. മലപ്പുറം എടപ്പാളിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച 2 മരണം. കേരളത്തിൽ ചാവേർ ആക്രമണം പദ്ധതിയിട്ട കേസിൽ വിധി ഇന്ന്. കൊച്ചി NIA കോടതി വിധി പറയും. യൂത്ത് കോൺഗ്രസ് വ്യാജ ID കാർഡ് കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. കരുവന്നൂർ കേസിൽ പ്രധാന പ്രതിയുടെ ജാമ്യാപേക്ഷയും പരിഗണനയ്ക്ക്. വാർത്താരംഭം ഇന്നലെ ആരംഭിച്ചത് സംസ്ഥാന ബജറ്റിൽ വിഹിതം കുറഞ്ഞുപോയി എന്ന CPI മന്ത്രിമാരുടെ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തയെ തുടർന്നായിരുന്നു. പ്രത്യേകിച്ച് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്, കൃഷി വകുപ്പ്, റവന്യൂ വകുപ്പ് എന്നിവയ്ക്കൊന്നും വേണ്ടത്ര വിഹിതം നൽകിയിട്ടില്ല എന്ന ആക്ഷേപമാണ് CPI മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. അതേസമയം ബജറ്റ് വിഹിതം കുറഞ്ഞുപോയി എന്ന ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ പരാതി ശരിയല്ലെന്ന് സ്ഥാപിക്കാൻ കണക്കുകൾ നിരത്തി ധനവകുപ്പ് രംഗത്ത് എത്തിയിരിക്കുകയാണ്. 1731 കോടി രൂപയാണ് ബജറ്റിൽ സപ്ലൈകോയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. ബജറ്റ് രേഖകളിൽ ഇത് വ്യക്തമാണ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇപ്പോൾ സപ്ലൈകോ കുറേയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികൾ നേരിടുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് ഒരു സമീപനം കൂടുതൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണി ഇടപെടലിനുൾപ്പെടെ സപ്ലൈകോയ്ക്ക് ഒന്നും കിട്ടിയില്ലെന്ന പരാതിയായിരുന്നു ഭക്ഷ്യമന്ത്രിക്ക്. മന്ത്രി പറഞ്ഞത് ശരിയല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ബജറ്റ് രേഖ. റേഷൻ സബ്സിഡി ഇനത്തിൽ 938 കോടി. ഇതിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വില വ്യത്യാസം നൽകാൻ 370 കോടിയും ARD കമ്മീഷൻ 308 കോടിയും ചരക്ക് നീക്ക കൈകാര്യ ചെലവിനായി 260.8 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. 557 കോടി രൂപയാണ് നെല്ല് സംഭരണത്തിന്. വിപണി ഇടപെടലിന് 205 കോടിയും അനുവദിച്ചു. എന്നാൽ ഇതൊന്നും ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സപ്ലൈകോ വിൽപ്പനശാലകളുടെ നവീകരണത്തിന് 10 കോടി അനുവദിച്ചത് മാത്രമാണ് മന്ത്രി പറഞ്ഞത്. പുതിയ പദ്ധതിയായതിനാലാണ് ഇത് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം.
ബാക്കി സ്ഥിരം ബജറ്റ് വിഹിതമുള്ള ഹെഡുകളിലായതിനാലാണ് പ്രസംഗത്തിൽ പറയാത്തതെന്നും ധനവകുപ്പ്. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, പൊതുവെ ബജറ്റിന് സ്വീകാര്യതയാണ് ലഭിച്ചത്. കാരണം കടുത്ത പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത്. ആ പ്രതിസന്ധിയുടെ പ്രതിഫലനം സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധിക ബാധ്യതയും സമ്മർദ്ദവും ഒക്കെ സാധാരണക്കാർക്കുണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നു. കാലങ്ങളായി ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രതിഷേധം എന്നത് സപ്ലൈകോയിൽ ചെന്നാൽ സാധനങ്ങളൊന്നും ലഭിക്കുന്നില്ല, സബ്സിഡി ഇനങ്ങൾ ഒന്നും തന്നെ അവിടെ ലഭിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ സപ്ലൈകോയെ സജീവമാക്കുന്നതിനുള്ള പ്രഖ്യാപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ബജറ്റിൽ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയൊന്ന് ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് CPIയുടെ മന്ത്രി തന്നെ GR അനിൽ വ്യക്തമാക്കിയത്. പക്ഷേ അതല്ല സാഹചര്യം എന്നാണല്ലോ ഇപ്പോൾ ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഡാൻ, അഭിലാഷ്, വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി വിപണി ഇടപെടൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല എന്ന ആക്ഷേപമായിരുന്നു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെയും CPI മന്ത്രിമാരുടെയും ഒക്കെ പൊതുവായ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. പക്ഷേ അത് അങ്ങനെയല്ല. കൃത്യമായി 1731 കോടി രൂപ സപ്ലൈകോയ്ക്ക് വേണ്ടി മാത്രം ഇവർ കരുതി വെച്ചിട്ടുണ്ട്, ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, വകയിരുത്തിയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ധനകാര്യ വകുപ്പ് തന്നെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ ബജറ്റ് പ്രഖ്യാപനത്തിൽ, ബജറ്റ് പ്രസംഗത്തിനിടയിൽ സപ്ലൈകോയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് 10 കോടി രൂപ അനുവദിച്ചു എന്ന കാര്യം മാത്രമായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ എടുത്തു പറഞ്ഞത്. ആ കാര്യത്തിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ വലിയ വിമർശനവുമായി ഇന്നലെ ഡൽഹിയിൽ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ നമുക്ക് ലഭ്യമായിരിക്കുന്ന രേഖകളിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നെല്ല് സംഭരണത്തിന് 557 കോടി രൂപയും റേഷൻ സബ്സിഡി ഇനത്തിൽ 938.8 കോടി രൂപയും വിപണി ഇടപെടൽ ലക്ഷ്യമിട്ടുകൊണ്ട് 205 കോടി രൂപയും സപ്ലൈകോ വിൽപ്പനശാലകളുടെ നവീകരണത്തിന് 10 കോടിയും ഇങ്ങനെ ഏതാണ്ട് 1731.3 കോടി രൂപയുടെ പദ്ധതികൾ സപ്ലൈകോയ്ക്ക് വേണ്ടി മാത്രം നടപ്പിലാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ കൃത്യമായ വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ടുള്ള രേഖകളടക്കം ബജറ്റിൽ ഉണ്ട് എന്നാണ് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന വിശദാംശങ്ങൾ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മന്ത്രി GR അനിൽ ഉയർത്തിയ വാദങ്ങൾക്ക് ഒരു മുഖവിലക്കെടുക്കാൻ കഴിയില്ല, അതിലൊരു ന്യായവുമില്ല എന്ന് കാണിക്കുന്ന തരത്തിലേക്കാണ് ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ഈ രേഖകളിലെ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇനി പ്രതികരണം പുറത്തു വരേണ്ടതുണ്ട്. അത് ഭക്ഷ്യമന്ത്രി GR അനിലിന്റേത് തന്നെയാണ്. അദ്ദേഹം ഇത് കൃത്യമായി അറിഞ്ഞിട്ടാണോ പ്രതികരിച്ചത്, അതോ അദ്ദേഹം അറിയാതിരിക്കുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിലൊരു വ്യക്തത വരണം. അവിടെ GR അനിലിന്റെയും CPIയുടെ തീർച്ചയായും സ്വാഭാവികമായും ഈ ഇത്തരം വിശദമായ കണക്കുകളിലേക്കൊക്കെ കടക്കുന്നത് ബജറ്റിന്റെ ചർച്ചയിലാണല്ലോ. മാത്രവുമല്ല, വിഹിതം കുറഞ്ഞു പോയാൽ അത്തരം ആക്ഷേപങ്ങൾ ചർച്ചയിൽ മന്ത്രിമാർക്കടക്കം ഉന്നയിക്കാം. അതിനുശേഷം വേണമെങ്കിൽ വിഹിതം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അഭിലാഷ്, സാധാരണ ഈ കഴിഞ്ഞ ബജറ്റിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം ഗണ്യമായി വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം, കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ പോലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ബജറ്റ് പ്രസംഗത്തിലടക്കം തുടക്കം മുതൽ ഒടുക്കം വരെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബജറ്റ് അവതരണം തന്നെ നടന്നത്. പക്ഷേ അതിനിടയിലും കൃത്യമായി ഈ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നൊരു പൊതുവിമർശനം CPI മന്ത്രിമാരുടെയും വകുപ്പിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ വിപണി ഇടപെടലിനായി അല്ലെങ്കിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉൾപ്പെട്ടില്ല എന്നൊരു വിമർശനവുമായി ഇന്നലെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് മുഖവിലക്കെടുക്കാനാവില്ല, അത്തരത്തിലൊരു കാര്യം നടന്നിട്ടില്ല. 1731 കോടി രൂപ സപ്ലൈകോയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുണ്ട്. 205 കോടി രൂപ വിപണി ഇടപെടൽ ലക്ഷ്യമിട്ടാണ് അങ്ങനെ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് നേരത്തെയുള്ള ബജറ്റുകളിലും ഉൾപ്പെട്ടിട്ടുള്ള കാര്യമായതിനാലാണ് ബജറ്റ് പ്രസംഗത്തിൽ എടുത്തു പറയാതെ ഇരുന്നത് എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. അവിടെ സപ്ലൈകോയുടെ നവീകരണം അത് മാത്രമാണ് പുതിയൊരു പദ്ധതിയായി ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് മാത്രമാണ് അവിടെ പ്രഖ്യാപിച്ച 10 കോടി രൂപയുടെ കാര്യം മാത്രം
മന്ത്രി എടുത്തു പറയുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആകെ സപ്ലൈകോയ്ക്ക് 10 കോടി രൂപയെ അനുവദിച്ചിട്ടുള്ളൂ എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകാൻ സാഹചര്യമെന്നൊക്കെയാണ് വിലയിരുത്തൽ. എന്തായാലും ഇത് ഒരു തർക്കം ഉടലെടുത്തിരിക്കുന്നു ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിൽ. അവിടെ കൃത്യമായി ധനവകുപ്പ് വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഈ കണക്കുകൾ അറിഞ്ഞതിന് ശേഷമായിരുന്നു മന്ത്രി GR അനിൽ ഇന്നലെ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അവിടെ ആ പ്രതികരണത്തിന് ഉത്തരം തരേണ്ടത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഏത് തരത്തിലായിരിക്കും ഈ വാർത്തയോട് പ്രതികരിക്കുകയെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. തീർച്ചയായും ധനവകുപ്പും ഭക്ഷ്യവകുപ്പും തമ്മിലുള്ള പ്രശ്നം അല്ലെങ്കിൽ തർക്കം നിലനിൽക്കുമ്പോഴും ജനങ്ങൾക്ക് സപ്ലൈകോയിൽ പോയി സാധാരണക്കാരായ ആളുകൾക്ക് സബ്സിഡി നിരക്കിൽ ഉള്ള അരിയും മറ്റ് ധാന്യങ്ങളുമൊക്കെ വാങ്ങുന്നതിനുള്ള അവസരവും ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. വയനാട് വീണ്ടും കടുവയുടെ ആക്രമണം നടന്നിരിക്കുകയാണ്. വയനാട് പുൽപ്പള്ളിയിൽ ആണ് കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. സുരഭി കവലയിൽ ആടിനെ കൊന്നു. പാലമറ്റം സുനിലിൻ്റെ വീട്ടിലെ ആടിനെയാണ് കൊന്നത്. ജിൻസ് ആണ് ചേരുന്നത്. ജിൻസ്, കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ തണ്ണീർക്കൊമ്പൻ ഇറങ്ങുകയും അതിനെ മയക്കുവെടി വെച്ച് തിരികെ കയറ്റുകയും പിന്നീട് ഈ ആന ചെരിയുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. എന്തായാലും വയനാട്ടിൽ നിന്ന് തുടർച്ചയായി ഇത്തരം വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ആടിനെ കൊന്നു എന്നതിനപ്പുറത്ത് കൂടുതൽ ആക്രമണങ്ങൾ കടുവയുടെ ഭാഗത്ത് നിന്നുണ്ടായതായി റിപ്പോർട്ടുകളുണ്ടോ? അഭിലാഷ്, വീണ്ടും ഈ പുൽപ്പള്ളി സുരഭിക്കവലയിലാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പാലമറ്റം സുനിലിന്റെ 2.5 വയസ്സ് പ്രായമുള്ള ആടിനെയാണ് ഇന്നലെ രാത്രി ഈ കടുവ ആക്രമിച്ചു കൊന്നത്. ഈ കൂട്ടിൽ നിന്നായിരുന്നു ഈ ആടിനെ ഈ കടുവ പിടികൂടുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ വീട്ടുകാർ ഈ കൂട്ടിലെത്തിയപ്പോഴാണ് ഈ ആടിന്റെ ജഡം ഭാഗികമായി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും ഈ താന്നിത്തെരുവ് മേഖലയിൽ ശോശാമ്മയുടെ 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയും ഈ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. മേഖലയിൽ പലതവണയായി ഈ കടുവയുടെ സാന്നിധ്യം നാട്ടുകാർ നേരിൽ കാണുന്നുണ്ടായിരുന്നു. 1 മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളാണ് ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിലും ഈ കടുവയുടെ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞതായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടുകാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുകയും അതിനുശേഷം ഈ മേഖലയിൽ കൂടുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കൂട്ടിൽ ഇതുവരെയായും ഈ കടുവ കയറാത്തതിൽ വലിയ ഒരു ആശങ്കയാണ് നിലവിലുള്ളത്. ഇതിനെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. ജിൻസ്, ഈ സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ വനംവകുപ്പ് അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഒരേ കടുവ തന്നെയാണ് ഈ പ്രദേശത്ത് വരുന്നതും ആക്രമണങ്ങൾ നടത്തുന്നതും എന്നാണോ വനംവകുപ്പിന്റെ നിഗമനം? തീർച്ചയായും ഈ മേഖലയിൽ പലതവണ കടുവയെ കണ്ടതും ഈ വനംവകുപ്പിന്റെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞതുമെല്ലാം ഒരേ കടുവയാണെന്ന് നേരത്തെ വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് വീണ്ടും ഈ മേഖലയിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത്. ആളുകളെല്ലാം തന്നെ കടുത്ത ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മാസത്തിനിടെ 4 വളർത്തുമൃഗങ്ങളാണ് ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അഭിലാഷ്, വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. പാലമറ്റം സുനിലിന്റെ വീട്ടിലെ ആടിനെ ആണ് ഇപ്പോൾ കൊന്നിട്ടുള്ളത്. പരിസരവാസികൾ വീണ്ടും വലിയ ആശങ്കയിലാവുകയാണ്. മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും വന്യമൃഗ ജീവികളുടെ ശല്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസമായിരുന്നു മാനന്തവാടിയിൽ തണ്ണീർക്കൊമ്പൻ ഇറങ്ങുകയും മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തുകയും ഒക്കെ ചെയ്തത്. അത് പിന്നീട് കണ്ണീർ വാർത്തയായി മാറിയ സാഹചര്യവുമുണ്ട്. മയക്കുവെടിയേറ്റ തണ്ണീർക്കൊമ്പൻ പിന്നീട് ചെരിയുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ വയനാട്ടിലെ പല പ്രദേശങ്ങളിലും വലിയ തോതിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. തുടർച്ചയായാണ് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒരു 7 മണി മുതൽ ഇവിടെ ഭയങ്കര പട്ടിക്കൊര, എൻ്റെ പട്ടിയാണെങ്കിലും ഭയങ്കര കുരയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഇതിലെ പന്നി സ്ഥിരമായിട്ട് ഇതിലെ വരുന്നതുകൊണ്ട് പന്നിയായിരിക്കും എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഇരുന്നത്. പക്ഷേ ഇന്ന് നേരം പുറത്ത് ഇതിനൊരു കുഞ്ഞുങ്ങളുള്ള ഒരാടാണ്. അപ്പോൾ അതിനെ കുടിപ്പിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ആടിനെ കൂട്ടിൽ കാണാതപ്പം അങ്ങനെ അന്വേഷിച്ച് പറമ്പിലും തെരഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇത് കാണുന്നത്. ഏകദേശം ഒരു 10-40 കിലോയ്ക്ക് മേലെ ഉള്ള ഒരു ആടാണിത്. അപ്പോൾ വളരെ നല്ല ഇനത്തിൽപ്പെട്ടതും നല്ല പാലുള്ളതുമായ ഒരു ആടായിരുന്നു. ഇത്ര ഒരു സാഹചര്യത്തിൽ ഇതിപ്പം
ജനങ്ങൾക്ക് ഇവിടെ നാട്ടിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ തോട്ടത്തിൽ തൊഴിൽ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. നമ്മൾ കാടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവിടെ യാതൊരു എപ്പോഴാണെന്നറിയാവോ? ഇന്നലെ ഏകദേശം ഒരു 8 മണിയോട് കൂടിയാണ്. കാരണം 8 മണിക്ക് ഞാനിവിടെ രണ്ടാമത് പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഈ പട്ടികോര എവിടെയുണ്ട്. ഏകദേശം ഒരു 8 മണി ആയപ്പോഴും ഇവിടെ ഈ സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ. അപ്പം അതായിരിക്കണം പട്ടി കുറച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ഇന്ന് നേരം മുഴുവൻ ആടിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത്. 4 കാലും അതിൻ്റെ ഇതും മാത്രമേ ഉള്ളൂ, വേസ്റ്റും മാത്രമേ ഉള്ളൂ. തല വരെ കാണാനില്ല. സംവിധാനം സർക്കാർ ചെയ്തു തരണം. അല്ലാതെ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകാനാ? ഈ നാടും വീടുമൊക്കെ വിട്ടിട്ട് പടുവായി പേടിച്ച് പോകാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ ഈ പരിസരത്തെല്ലാം വീടുകളാണ്, അടുത്തടുത്ത വീടുകളാണ്. എങ്ങനെ രാത്രി നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങും? ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ ഓടിച്ചെല്ലാൻ പറ്റുമോ ഇത് പേടിച്ചിട്ട്? വനാതിർത്തിയിൽ താമസിക്കുന്നവർക്ക് മാത്രമല്ല, വനത്തിൽ നിന്ന് കിലോമീറ്ററുകൾ മാറി താമസിക്കുന്നവർക്ക് പോലും വന്യമൃഗത്തിൻ്റെ ശല്യമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പല അപകട വാർത്തകളും രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മലപ്പുറം എടപ്പാടിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ തൈക്കാട് സ്വദേശി സുന്ദരൻ, കുമരനെല്ലൂർ സ്വദേശി അലി എന്നിവരാണ് മരിച്ചത്. സുന്ദരൻ സംഭവസ്ഥലത്തും അലി കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും ആണ് മരിച്ചത്. കണ്ണൂർ പഴയങ്ങാടി പാലത്തിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു. നിയന്ത്രണം വിട്ട ടാങ്കർ 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് മറിഞ്ഞത്. പുലർച്ചെ 1:30യോടെയാണ് അപകടമുണ്ടായത്. വാതക ചോർച്ചയില്ല എന്നാണ് നിഗമനം. അപകടത്തെ തുടർന്ന് പഴയങ്ങാടി പയ്യന്നൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വടകരയിൽ ഗ്യാസ് ടാങ്കർ ലോറി മിനി ലോറിയിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്കേറ്റു. മിനി ലോറിയിലെ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. KT ബസാറിന് സമീപം ആയിരുന്നു അപകടമുണ്ടായത്. ലോറിയുടെ ഇന്ധന ടാങ്കിൽ നിന്ന് ഡീസൽ ചോർച്ച ഉണ്ടായി. സാമൂഹിക മാധ്യമത്തിൽ ഗാന്ധി ഘാതകനായ നാഥൂറാം വിനായക് ഗോഡ്സെയെ അനുകൂല കമന്റിട്ട കോഴിക്കോട് NIT പ്രൊഫസർ ഷൈജ ആൻഡവനെതിരെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പിന്നാലെ പ്രതിഷേധമേറ്റെടുത്ത യുവജന സംഘടനകളും DYFIയും യൂത്ത് കോൺഗ്രസും ഇന്ന് ക്യാമ്പസിലേക്ക് മാർച്ച് നടത്തും. അധ്യാപികയ്ക്ക് എതിരെ ഉടൻ നടപടിയെടുക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, SFI ഉൾപ്പെടെയുള്ള SFIയും ABVPയും KSUവും അടക്കമുള്ള പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളെല്ലാം വലിയ പ്രതിഷേധം ആണ് ഉയർത്തിയത്. ഇപ്പോൾ യുവജന സംഘടനകളും പ്രതിഷേധവുമായി എത്തുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അധ്യാപിക ഷൈജ ആൻഡവനെതിരായ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലായി വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും അവർക്കെതിരെ ഒരു നടപടിയെടുക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ അച്ചടക്കത്തിന്റെ ഭാഗമായി എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുക എന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നാണ് ആക്ഷേപമായി വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ KSU, ABVP, SFI അടക്കമുള്ളവർ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഇന്നലെയായിരുന്നു SFIയുടെ മാർച്ച്. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ABVP ഗോഡ്സെയുടെ ചിത്രം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്. KSU ഗോഡ്സെ പ്രതീകാത്മകമായി തൂക്കിലിട്ട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇതിനു പുറമെ ഇന്ന് കുറച്ചുകൂടി ഗൗരവമായ കാര്യങ്ങൾ നീങ്ങുന്നു. അതായത് യുവജന സംഘടനകൾ സമരം ഏറ്റെടുക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യം DYFIയുടെ ഭാഗത്തു നിന്നാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്തേറി. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് DCC പ്രസിഡന്റാണ്. ഉച്ചതിരിഞ്ഞെന്ന് MSFും ഈ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു സമരവേദിയായി ഈ NITയുടെ മുൻവശം മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ പോലീസ് അന്നാഹമൊക്കെ അവിടെ വിന്യസിച്ചിട്ടുമുണ്ട്. ഇവർക്കെതിരായ അന്വേഷണം, ഈ അധ്യാപികയ്ക്കെതിരായ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു എന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. ഫേസ്ബുക്കിനോട് യൂസർ ഐഡിയും ഇവരുടെ അക്കൗണ്ട് വിശദാംശങ്ങളും ഒക്കെ തേടിയിട്ടുണ്ട്. പക്ഷേ അത് ലഭിക്കാൻ കുറച്ച് കാലതാമസം എടുക്കുമെന്ന വിശദീകരണം നൽകുന്നു. ഒപ്പം കോളേജ് അധികൃതരുമായും ഈ ഷൈജ ആൻഡവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അക്കാര്യവും ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ സംഭവങ്ങൾ ഉണ്ടായ ശേഷം ഷൈജ ആൻഡവൻ ക്യാമ്പസിൽ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവർ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കും വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് നിലവിൽ ഈ ക്യാമ്പസിന്റെ ഭാഗത്ത് നിന്നോ സർവകലാശാല NITയുടെ ഭാഗത്ത് നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നടപടികൾ നേരത്തെ വിശദീകരണം തേടും എന്ന് അറിഞ്ഞിരുന്നു. അതോടൊപ്പം പോലീസ് അന്വേഷണവും ആരംഭിച്ചൊരു പശ്ചാത്തലമുണ്ടല്ലോ. അത്തരം നടപടികൾ ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്?
അത്തരത്തിൽ യാതൊരു നടപടികളും ഔദ്യോഗികമായി കൈക്കൊണ്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ MK രാഘവൻ MP NIT ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു. ഈ ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ അനുകൂലിച്ച അധ്യാപികയ്ക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ച് അദ്ദേഹം കത്ത് നൽകിയപ്പോൾ ഈ അധ്യാപികയോട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മറുപടി നൽകി. ഇത് ഒഴിവാക്കിയാൽ മറ്റൊരു തരത്തിലുമുള്ള നടപടിക്രമങ്ങൾ ഈ ഡയറക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. വിശദീകരണം തേടിയിട്ടുണ്ട് എന്ന് അറിയിച്ചെങ്കിലും മറ്റ് അച്ചടക്ക നടപടികളോ അല്ലെങ്കിൽ അത്തരം നടപടികളൊന്നും എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും കൗതുകമായ കാര്യം, നേരത്തെ ഈ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നീട് വലിയ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദം, വലിയ പ്രതിഷേധം ആഞ്ഞടിച്ചതിനെ തുടർന്ന് ആ കുട്ടിയെ തിരിച്ചെടുക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. ആ കുട്ടിയുടെ അപ്പീൽ പരിഗണിക്കുന്നതിനായി കോളേജ് തീരുമാനിച്ചിരുന്നു. ആ അപ്പീൽ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരിക്കുന്നത് ഈ ഷൈജ ആണ്ടവനാണ്. ആ വിദ്യാർത്ഥിയെ പുറത്താക്കുന്നതിൽ ശക്തമായ നിലപാട് നേരത്തെ സ്വീകരിച്ചതും ഇവർ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ അപ്പീൽ കമ്മിറ്റി ഇവരെ അധ്യക്ഷ സ്ഥാനത്തിരുത്തി ഇനി മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിലും ഡയറക്ടറുടെ ഭാഗത്തുനിന്നും വിശദീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ അധ്യാപികയെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ വളരെ തിടുക്കപ്പെട്ടൊരു നടപടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഒരു വശത്ത് പ്രതിഷേധം, മറുവശത്ത് ഈ പോലീസ് അന്വേഷണമൊക്കെ നടക്കുമ്പോഴും ഈ ക്യാമ്പസിൽ നിന്നും ഇവർക്ക് എതിരെ ഒരു നടപടി അല്ലെങ്കിൽ കോളേജിൽ നിന്നും ഇവർക്കെതിരെ ഒരു നടപടി, ശക്തമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൽ അനീഷ് കുമാർ, ഇതിലിപ്പോൾ വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ ആണല്ലോ ഉള്ളത്. ആരും വിമർശനത്തിന് അതീതരല്ല എന്ന നിലയിലുള്ള ഈ നിയമവിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള പ്രതികരണങ്ങൾ അത്തരത്തിലാണല്ലോ. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് ഗോഡ്സെയുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തിനാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്ന ഗോഡ്സെയുടെ തന്നെ വിശദീകരണമുള്ള പുസ്തകങ്ങൾ അടക്കം ഇറങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങൾക്കപ്പുറത്ത് നിയമപരമായ നടപടി സ്വീകരിക്കുക എന്നത് പ്രയാസകരമാണ് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. അത്തരം പ്രതികരണങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും ഈ പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ നടക്കുന്നതാണ്. ഈ ഗാന്ധിയെ വധിച്ച ഗോഡ്സെ വീരപുരുഷനാണോ അല്ലെങ്കിൽ ഗോഡ്സെ മറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച നടക്കുന്നു. ആർക്കാണ് ഈ വധത്തിൻ്റെ ഉത്തരവാദിത്വം? വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ പ്രതിഷേധിക്കുന്നവരെല്ലാം ചൂണ്ടിക്കാട്ടുന്ന വിഷയം, പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം ചർച്ചകൾ നടത്താം, അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു പൗരന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. കേന്ദ്ര സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള കുട്ടികൾ പഠിക്കുന്ന, ഏറ്റവും ഉന്നത നിലവാരം കാത്തുസൂക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് NIT. അവിടെ ഏതെങ്കിലും പ്രത്യേക ഐഡിയോളജികളുമായി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക താല്പര്യങ്ങളുമായി കുട്ടികളെ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഒരു പൊതു ഇടത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാം. പക്ഷേ കൃത്യമായ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ജോലി ചെയ്യേണ്ട, അല്ലെങ്കിൽ കുട്ടികളെ അത്തരത്തിൽ ഒരു വഴിയിലേക്ക് നയിക്കേണ്ട, ഒരു പക്ഷപാതമില്ലാതെ കുട്ടികളെ മുന്നോട്ട് നയിക്കേണ്ട ഒരാൾ ഇത്തരം കാര്യം ചെയ്യുന്നതിലെ അനൗചിത്യമാണ് അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നടപടി അനിവാര്യമാണ് എന്ന് പറയുന്നു. പൊതു പ്ലാറ്റ്ഫോമുകളിലെ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ. പക്ഷേ ഒരു അധ്യാപിക ആയിരിക്കെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരിക്കെ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനെയാണ് തങ്ങൾ വിമർശിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് എങ്കിൽ പോലും കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു അധ്യാപിക ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു എന്നതുകൊണ്ടാണ് വലിയ തോതിൽ ഈ വിഷയം ചർച്ചയാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത്, കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ കൊച്ചിയിലെ NIA കോടതി ഇന്ന് വിധി പറയും. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കറാണ് കേസിലെ ഏക പ്രതി. കേരളത്തിൽ നിന്ന് അഫ്ഗാനിൽ പോയി IS-ൽ ചേർന്ന അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമാണ് റിയാസ് ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടത് എന്നാണ് NIA-യുടെ കണ്ടെത്തൽ. നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതിൽ വാദപ്രതിവാദങ്ങളൊക്കെ പൂർത്തിയായ പശ്ചാത്തലം ഉണ്ട്. എന്തൊക്കെ വാദങ്ങൾ ആയിരുന്നു പ്രധാനമായും NIA കോടതിയിൽ ഉന്നയിച്ചത്? ഏത് തരത്തിലുള്ള ശിക്ഷ ആണ് NIA കോടതിയോട് ആവശ്യപ്പെടുന്നത്? അഭിലാഷ്, കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിലെ അടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സ്ഫോടനം, ചാവേർ ആക്രമണം നടത്താനായിരുന്നു റിയാസിന്റെ ലക്ഷ്യം. ഇതാണ് പിന്നീട് NIA പിടികൂടിയത്. 2019 NIA റിയാസിനെ പിടികൂടുന്നത്. 2016 കാസർഗോഡ് നിന്നും 10 യുവാക്കളെ കാണാനില്ല എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലായിരുന്നു റിയാസിലേക്ക് എത്തി നിന്നത്. ആ സമയത്ത് തന്നെ റിയാസ് ശ്രീലങ്കൻ
സ്ഫോടനത്തിലെ മുഖ്യ ആസൂത്രകനായിരുന്ന സഹ്റാൻ ആഷ്മിയുടെ ആരാധകരും അയാളുടെ പ്രഭാഷണങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതുവഴിയായിരുന്നു റിയാസ് കേരളത്തിലടക്കം IS-ന്റെ പ്രചാരണങ്ങൾ നടത്തിയത്. ഇത് പിന്നീട് ഇയാൾ കാസർഗോഡ് നിന്ന് തന്നെ IS-ലേക്ക് പോയ അഫ്ഗാനിസ്ഥാനിലേക്കും IS-ലേക്കും ഒക്കെ പോയ പലരുമായും റിയാസ് ആശയവിനിമയം നടത്തുകയും ഇവരുമായിട്ടുള്ള സംഭാഷണങ്ങളും ചാറ്റുകളും റിയാസിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ റിയാസിന്റെ വീട്ടിൽ നിന്നും നടത്തിയ പരിശോധനയിലൊക്കെ റെയ്ഡിലടക്കം നിരവധി സ്ഫോടന വസ്തുക്കൾ ഉണ്ടാക്കുന്ന ചില വസ്തുക്കളുമൊക്കെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു NIA പിന്നീട് റിയാസിനെ അറസ്റ്റ് ചെയ്യുകയും കോടതി മുമ്പാകെ ഹാജരാക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ റിയാസിന് എതിരെ എല്ലാവിധത്തിലുള്ള തെളിവുകളും NIA ശേഖരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം IS-ന് വേണ്ടി പ്രവർത്തിച്ചു, IS-ന് വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം കേരളത്തിൽ പല വിധത്തിലും പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ടത് അബ്ദുൾ റാഷിദ് അബ്ദുള്ള എന്നുള്ള ഒരു ആള് IS-ലേക്ക് പോയിരുന്നു. ഇയാൾ നിരന്തരം റിയാസുമായി ബന്ധപ്പെടുകയും ഇയാളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേരളത്തിൽ പലയിടങ്ങളിലും സ്ഫോടനം നടത്തുകയും ചാവേർ ആക്രമണം നടത്താനൊക്കെ ലക്ഷ്യപ്പെട്ടത്. ഇയാളുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു റിയാസ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും റിയാസിനെ NIA പിടികൂടുന്നതും. എന്തായാലും NIA-യുടെ ഭാഗത്ത് നിന്നും റിയാസിനെതിരെ എല്ലാവിധത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഏത് വിധത്തിലായിരിക്കും കോടതി ഇന്ന് റിയാസിനുള്ളൊരു ശിക്ഷ വിധിക്കുക എന്നതാണ് ഇന്ന് നോക്കിക്കാണേണ്ടത്. 11 മണിക്കാണ് NIA കോടതി വിധി പറയുക. റിയാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. തീർച്ചയായും നവമി, ഇന്നത്തെ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്പ് ചെയ്യുന്ന ഒരു വാർത്ത തന്നെയായിരിക്കും അത്. എന്ത് ശിക്ഷയാണ് നൽകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറും. ഈ ചാവേർ ആക്രമണങ്ങൾ അടക്കം കേരളത്തിൽ ആസൂത്രണം ചെയ്തിരുന്നു, അത് തടയാൻ സാധിച്ചു എന്നതാണ് ആശ്വാസകരമാകുന്ന ഒന്ന്. ഒരു സമയത്ത് IS ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് വ്യാപകമായി യുവാക്കൾ അടക്കം റിക്രൂട്ട്മെൻറ്റ് ചെയ്യപ്പെട്ടത് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ചാവേർ ആക്രമണങ്ങൾക്കൊക്കെ പദ്ധതിയിടുന്നവർക്കും എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇടുക്കി പൂപ്പാറയിലെ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടി അല്പസമയത്തിനകം. പന്നിയാർ പുഴയിലെയും റോഡ് പുറമ്പോക്കിലെയും അടക്കം 56 കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിക്കുക. ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക പ്രിൻസ് ജെയിംസ് ആണ്. പ്രിൻസ്, ഒരു ഭാഗത്ത് ഈ ഒഴിപ്പിക്കലിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ചെറുകിട കർഷകരെയൊക്കെയാണ് ഇത്തരത്തിൽ ഒഴിപ്പിക്കുന്നത്. വൻകിടക്കാർക്ക് നേരെ ഭരണകൂടം നിശബ്ദത പാലിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോഴവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഒഴിപ്പിക്കൽ നടപടി വിയോജിപ്പുകളില്ലാതെ പൂർത്തിയാക്കാൻ സാധിക്കുമോ? തീർച്ചയായും വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. പ്രത്യേകിച്ചും ഈ മേഖലയിലെ പൂപ്പാർ ടൗണിലെ 56 സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് ഒരുങ്ങുന്നത്. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളാണ് ഇവയെല്ലാം. ഏതാനും നാളുകൾക്ക് മുൻപ് പൂപ്പാറ ടൗണിലെ 2 നിർമ്മാണങ്ങൾ സംബന്ധിച്ച് BJP പ്രവർത്തകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അനധികൃത നിർമ്മാണമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഹൈക്കോടതി റവന്യൂ വകുപ്പിനെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ചുമതലപ്പെടുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനിടെ ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ അനധികൃതമായാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുകയുമായിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി ഇത്തരത്തിൽ മറ്റ് സ്ഥാപനങ്ങൾക്കെതിരെയും നിർമ്മാണങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും തുടർന്ന് അന്വേഷണത്തിൽ 56 കയ്യേറ്റങ്ങൾ നിർമ്മാണങ്ങൾ ഈ മേഖലയിലുണ്ടെന്നും പന്നിയാർ പുഴ കയ്യേറിയാണ് ഈ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നതെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് നടപടികളുമായി എത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നാട്ടുകാർ പറയുന്ന ചില കാര്യങ്ങൾ ഏകദേശം 6 പതിറ്റാണ്ടുകളുമായി പൂപ്പാറ മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങളായി നടത്തുന്നവരാണ് ഇവർ. ഈ കയ്യേറ്റങ്ങൾ ഈ പുഴയുടെ സമീപത്തായിട്ടൊക്കെയാണ് ഇവർ വർഷങ്ങളായി വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കുന്നത്. എന്നാൽ നിലവിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ ഇവരെ റവന്യൂ വകുപ്പിനെ സമീപിച്ചിരുന്നെങ്കിലും അതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല. ഈ സാധാരണക്കാരായ വ്യാപാരികളാണ് ഇവിടെ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നതെന്നും ഇത്തരത്തിലുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രതിഷേധിക്കുമെന്നുള്ളതാണ് ഇവർ നിലപാട്. ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലുള്ള സാഹചര്യമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. നാട്ടുകാരെല്ലാം പൂപ്പാറ ടൗണിൽ അണിനിരത്തിയിട്ടുണ്ട്. ഒപ്പം വ്യാപാരികളും ഈ മേഖലയിൽ തടിച്ചുകൂടിയിരിക്കുന്നു.
എന്തായാലും ശാന്തൻപാറ മേഖലയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് നിരവധി പോലീസുകാരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും എത്തിച്ചിട്ടുണ്ട്. ഒഴിപ്പിക്കൽ നടപടികൾക്കായുള്ള റവന്യൂ സംഘം ഉടൻ ഈ മേഖലയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. പോലീസിന്റെ സഹായത്തോടെയായിരിക്കും ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുക. എന്തായാലും വലിയ പോലീസ് സന്നാഹം തന്നെ ഈ മേഖലയിലേക്ക് പുറപ്പെട്ടുള്ളവർ ശാന്തൻപാറയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നടപടികൾ ആരംഭിച്ചാൽ വലിയ പ്രതിഷേധത്തിലായിരിക്കും നാട്ടുകാർ തയ്യാറെടുക്കുക. അഭിലാഷ്, നിലവിൽ അത്തരത്തിൽ ഈ ആളുകളുടെ പ്രതിഷേധം ശക്തമാണ്. ഒഴിപ്പിക്കൽ നടപടിക്കെതിരെയാണ് ആളുകൾ രംഗത്തെത്തിയിട്ടുള്ളത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ കൂടി കേട്ടുനോക്കാം. നടപടി വരുമ്പോൾ നടപടി ഞങ്ങൾ അംഗീകരിക്കത്തില്ല. നടപടി അവർ എന്ത് നടപടി സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ നടപടിയോട് ഞങ്ങൾ ഇന്ന് വിയോജിപ്പ് തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. കാരണം 6 ആഴ്ച ഞങ്ങൾക്ക് ഹൈക്കോടതി ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നതാണ്. ഇത് 6 ആഴ്ചക്കകം ഒഴിപ്പിക്കണമെന്ന് ഹൈക്കോടതി തന്നെ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ആ പേപ്പറിലെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് 20 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ബാലൻസ് 25 ദിവസം ബാക്കി കിടക്കുകയാണ്. അതിനു മുൻപ് ഇത്രയും വലിയ ഒരു സന്നാഹങ്ങളുമായി വന്നത് ഒഴിപ്പിക്കാൻ പാകത്തിനുള്ള എന്താണ് പൂപ്പാറയുടെ പ്രത്യേകത എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കാര്യമേ ഇല്ല. 6 ആഴ്ച സാവകാശം തന്നിട്ടുണ്ട്. കളക്ടർക്ക് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഞങ്ങൾ കേസ് ഇന്നലെ പരിഗണിക്കാനായിട്ട് ഇരുന്നതാണ്. ആ ഹൈക്കോടതി ജഡ്ജിക്ക് ഇന്നലെ എന്തോ അസൗകര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ കേസ് പരിഗണിക്കാതിരുന്നത്. അപ്പൊ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇത്ര ഭീകരമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് പൂപ്പാറയിലെ കയ്യേറ്റങ്ങളെല്ലാം ഇപ്പൊ തന്നെ ഒഴിപ്പിക്കണമെന്നും പറഞ്ഞു വരുന്നതിന് ഒരു കാരണവശാലും പൂപ്പാറയിലെ ഈ ആക്ഷൻ കൗൺസിലും ഇവിടെയുള്ള ജനങ്ങളും ഇവിടെ താമസിക്കുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി എതിർക്കുമെന്ന കാര്യത്തിനകത്ത് യാതൊരു സംശയം വേണ്ട, എതിർത്തിരിക്കും. ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ വരുന്നവരെ എതിർക്കും എന്ന നിലപാടാണ് പ്രദേശവാസികൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും പൂപ്പാറയിലെ സാഹചര്യം എന്നതും നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടറിയാം. വാർത്താരംഭം തുടരും ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി ചർച്ചയായ വാർത്താരംഭം ഇനി ദേശീയ തലത്തിൽ ഇന്ന് ശ്രദ്ധേയമാകുന്ന വാർത്തകളിലേക്കാണ്. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കർണാടക സർക്കാരിന്റെ ഡൽഹി സമരം ഇന്ന്. ജന്തർ മന്ദിറിൽ നടത്തുന്ന സമരത്തിൽ സംസ്ഥാനത്തെ മന്ത്രിമാരും കോൺഗ്രസ് ദേശീയ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നൽകാതെ കേന്ദ്രം അനീതി കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ജന്തർ മന്ദിറിൽ നാളെയാണ് കേരള സർക്കാരിന്റെ സമരം. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഇന്നലെ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് നൽകുക. രാഗേഷ്, ഇന്ന് കർണാടകം പ്രതിഷേധിക്കുകയാണ്. മറ്റ് കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലെ സമരത്തിൽ പങ്കെടുക്കുമോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, കേന്ദ്ര വിരുദ്ധ സമരത്തിന് ഡൽഹി ജന്തർ മന്ദർ ഏതായാലും വേദിയാവുകയാണ്. ഇന്ന് കർണാടക സർക്കാരിൻ്റെ സമരമാണ് നടക്കുന്നത്. നാളെ അതേ വേദിയിൽ കേരളത്തിൻ്റെ സമരവും നടക്കുകയാണ്. കേരളമാണ് ആദ്യം ഏതായാലും ഇത്തരത്തിലൊരു സമരം നിശ്ചയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് കർണാടകം നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും കർണാടകം രണ്ടാമതാണ് നിശ്ചയിച്ചെങ്കിൽ പോലും കേരളം സമരം ചെയ്യുന്നതിൻ്റെ ഏറ്റവും തൊട്ട് മുമ്പത്തെ ദിവസം കർണാടകത്തിൻ്റെയും സമരം നടക്കുകയാണ്. ചലോ ഡൽഹി എന്ന പേരിലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുന്നത്. ഏതായാലും ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ രാത്രി തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എത്തി. ഒപ്പം തന്നെ DK ശിവകുമാർ, സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ 135 MLA-മാർ തുടങ്ങിയവരും എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ MLC-മാരും പങ്കെടുക്കുന്നുണ്ട്. 28 ലോക്സഭാ അംഗങ്ങളാണ് കർണാടകയിലുള്ളത്. ഇതിൽ 25ഉം BJP അംഗങ്ങളാണ്. കോൺഗ്രസിന് 1 ലോക്സഭാ അംഗം മാത്രമാണുള്ളത്. ഏതായാലും മുഖ്യമന്ത്രി BJP മുഴുവൻ MP-മാരും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP-യുടെ MP-മാർക്കടക്കമുള്ളവരോട് സഹകരണം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പിന്തുണ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചിട്ടുണ്ട്. നിലവിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. ധനമന്ത്രിക്കും ഇത്തരത്തിൽ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും കേരളം ഉന്നയിക്കുന്ന പോലെ തന്നെ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് കർണാടകയും ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് വലിയ അവഗണന കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതായത് നികുതി വിഭജനത്തിൽ കടുത്ത അനീതിയുണ്ട്. ഒപ്പം വരൾച്ചാ ദുരിതാശ്വാസം സംസ്ഥാനത്തിന് അനുവദിക്കുന്നില്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ പദ്ധതികൾക്ക് അനുമതി നൽകുന്നില്ല. മാത്രമല്ല ചിലതാകട്ടെ കാലതാമസം വരുത്തുന്നു. ഇങ്ങനെ വലിയ അനീതിയാണ് കേന്ദ്രം കൈക്കൊള്ളുന്നത്. മാത്രവുമല്ല 2017 മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ അത് പ്രതികൂലമായി സംസ്ഥാനത്തെ ബാധിക്കുന്നു. ഇങ്ങനെ സംസ്ഥാനത്തിന് 1.87 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ്
സംസ്ഥാന സർക്കാർ ഏതായാലും ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ഇന്ന് സമരത്തിന്റെ ഭാഗമാകും. പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ കർണാടകത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്, കർണാടകക്കാരനാണ് അദ്ദേഹം ഏതായാലും സമരത്തിൽ പങ്കെടുക്കും. സ്വാഭാവികമായും നാളെ കേരളത്തിന്റെ സമരം കൂടി നടക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായി ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്താനും സാധ്യതയുണ്ട്. അഭിലാഷ്, അതാണ് ഒരുപക്ഷെ ഈ പ്രതിപക്ഷ പാർട്ടികൾ നയിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെ, അതായത് BJP ഇതര സംസ്ഥാന സർക്കാരുകളുടെ ഒരു പ്രതിഷേധ വേദിയായി ഡൽഹി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഒരുമിച്ചുള്ള പ്രതിഷേധത്തിന് ആയിരുന്നു കേരളം ശ്രമിച്ചതെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾ കൂടി പ്രതിഷേധം ഉയർത്തുന്ന പശ്ചാത്തലം, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ER രാഗേഷ് നൽകിയത്. ഉത്തരാഖണ്ഡിന് പിന്നാലെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും പൊതുവ്യക്തി നിയമം നടപ്പിലാക്കും. UCC ബിൽ ശരിയായ സമയത്ത് സംസ്ഥാനത്ത് അവതരിപ്പിക്കുമെന്നും ഇത് സംബന്ധിച്ച ബിൽ നിയമസഭയിൽ ഉടൻ അവതരിപ്പിക്കുമെന്നും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിന് ശേഷം UCC നടപ്പാക്കുന്ന അടുത്ത സംസ്ഥാനം രാജസ്ഥാൻ ആകുമെന്ന് രാജസ്ഥാൻ മന്ത്രി കനയ്യലാൽ ചൗധരിയും പ്രതികരിച്ചിട്ടുണ്ട്. ശരത് പവാറിന് വൻ തിരിച്ചടി. NCP അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ NCP ആയി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. ലെജിസ്ലേറ്റീവ് മെജോറിറ്റി കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അജിത് പവാർ പക്ഷമാണ് യഥാർത്ഥ NCP എന്ന നിഗമനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിച്ചേർന്നത്. സഭയിലെ 81 NCP MLA-മാരിൽ 51 പേരുടെയും പിന്തുണ അജിത്തിനായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടെ NCPയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും ഇനി അജിത് പവാർ പക്ഷത്തിന് ഉപയോഗിക്കാം. അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പുതിയ പേരും ചിഹ്നവും തീരുമാനിച്ച് അറിയിക്കാൻ ശരത് പവാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്കുള്ളിൽ ഇത് രണ്ടും കമ്മീഷനെ അറിയിക്കണം എന്നാണ് നിർദ്ദേശം. വാരണാസി ഗ്യാൻവാബി പള്ളിയിൽ പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഹർജികൾ ഇന്ന് അലഹബാദ് ഹൈക്കോടതി പരിഗണിക്കും. പള്ളിയിലെ മറ്റ് നിലവറകളിലും പുരാവസ്തു വകുപ്പ് സർവേ നടത്തണമെന്ന ഹർജിയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. പള്ളിയിലെ ഒരു അറയിൽ ഹിന്ദു വിഭാഗത്തിന് പൂജ നടത്താൻ കഴിഞ്ഞ ദിവസമാണ് കോടതി അനുമതി നൽകിയത്. അതേസമയം ഒരു വിഭാഗം പല ഹർജികൾ നൽകുന്നതിനെയും ഇരുവിഭാഗവും മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നൽകുന്നതിനെയും കോടതി ഇന്നലെ വിമർശിച്ചിരുന്നു. മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നൽകുന്നത് കോടതി വിലക്കുകയും ചെയ്തിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരായ EDയുടെ പരാതി ഇന്ന് കോടതി പരിഗണിക്കും. ഡൽഹി അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിസ്സഹകരിക്കുന്നു എന്ന് കാട്ടിയാണ് ED നടപടി. 5 തവണ സമൻസ് അയച്ചിട്ടും ചോദ്യം ചെയ്യലിന് കെജ്രിവാൾ ഹാജരായിരുന്നില്ല. ഒഡീഷ ജാസിപൂരിലെ മയൂർഭഞ്ചിൽ വാഹനത്തിൽ നിന്നും 120 കിലോ കഞ്ചാവ് പിടികൂടി. 2 പേർ അറസ്റ്റിലായി. ഗുജറാത്തിൽ കുഴൽക്കിണറിൽ വീണ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. 9 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് കുട്ടിയെ പുറത്ത് എത്തിച്ചത്. ഇന്നലെ വൈകുന്നേരം 6:30-നാണ് കുഞ്ഞ് കുഴൽക്കിണറിൽ വീണത്. ജാംന നഗറിൽ ആയിരുന്നു സംഭവം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പ്രാദേശിക കലണ്ടർ അനുസരിച്ചുള്ള പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ചൈന. തടികൊണ്ടുള്ള വ്യാളിയുടെ വർഷമാണ് ഇത്തവണത്തേത് എന്നാണ് സങ്കല്പം. ഇതിൻ്റെ ഭാഗമായി വ്യാളികൾ അടക്കം മിത്തുകളിൽ പ്രതിപാദിക്കുന്ന മൃഗങ്ങളുടെ രൂപങ്ങളൊക്കെ ഒരുക്കിയുള്ള മേളകൾക്ക് തുടക്കമായി. ബീജിംഗിൽ നിന്ന് 80 കിലോമീറ്റർ വടക്കുള്ള ഹെഫാങ്വ ഗ്രാമത്തിലാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ചൈനയുടെ ആഘോഷങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ നൃത്തം ചെയ്യുന്ന ഡ്രാഗൺ തന്നെയാണ് ഇവിടുത്തെ ശ്രദ്ധാകേന്ദ്രം. ഈ മാസം 10-നാണ് ചാന്ദ്ര പുതുവർഷത്തിന് തുടക്കമാകുന്നത്. പരമ്പരാഗത വസ്ത്രം ധരിച്ച് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയുള്ള നൃത്തം തദ്ദേശീയരുടെയും വിനോദസഞ്ചാരികളുടെയും മനം ഒരുപോലെ കവരുന്നു. ഇതോടൊപ്പം ഒരുക്കിയ ഭക്ഷ്യമേളകളും ആഘോഷങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാണ്. 过年吃好的穿好的，这叫过年呢，是吧？过年走会，大家都高兴，就盼着这年过年。ബെയ്ജിംഗും പുതുവർഷത്തെ വരവേൽക്കാൻ സജ്ജമാണ്. ഇവിടെ ഷോപ്പിംഗ് മാളുകളിലാണ് ആഘോഷങ്ങളിലേറെയും. പുതുവർഷത്തെ വരവേൽക്കാനായുള്ള ഒരുക്കങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ്
ബീജിംഗ് കാരങ്ങും പ്രധാന ഷോപ്പിംഗ് ഏരിയകളിലും പാർക്കുകളിലും ഡ്രാഗൺ ഇൻസ്റ്റലേഷനുകളും വിളക്കുകളും ഒക്കെ കാണാൻ സാധിക്കും. 我希望龙年新的一年里就是新的开始吧，就是让过去不好的一面都翻过去，新的一年新的开始。 ഇന്ത്യയിലേതുപോലെ 12 രാശിചക്രങ്ങൾ അടങ്ങുന്നതാണ് ചൈനയുടെ കലണ്ടറും. ഇത്തവണ വ്യാളിയുടെ വർഷമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തങ്ങൾ ഡ്രാഗണുകളുടെ പിൻഗാമികളെന്നാണ് പലരും അവകാശപ്പെടുന്നത്. 然后其实过年对中国人来说也就是一个宇宙开辟，我重新经历生死，我就死而复生。 它是有这么一个吉祥的寓意，所以龙年实际上就是对很多人来说，就是我们可以把它作为一个最美好的开始。 കോവിഡിന് ശേഷം ഇതാദ്യമായാണ് ഇത്ര വിപുലമായ രീതിയിൽ ചൈനയിൽ പുതുവർഷാഘോഷങ്ങൾ നടക്കുന്നത്. ക്ഷേത്രങ്ങളിൽ മേളകളും ലൈറ്റ് ഷോകളും പ്രാദേശിക നൃത്ത നാടകങ്ങളുമൊക്കെ ഇത്തവണ തിരിച്ചുവരവ് നടത്തുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകളൊപ്പം കായിക മേഖലയിൽ നിന്നുള്ളവ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. വാക്കുകൾ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചുവെന്ന കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഒരു കൂട്ടം കേസുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചെന്ന കാര്യം സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയെ അറിയിക്കും. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് ഉചിതമെന്ന് ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്ന കേസ് ഗൗരവതരം എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മൂവാറ്റുപുഴ സ്വദേശി ജുവൈസ് മുഹമ്മദ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നും ശാസ്ത്രീയമായ അന്വേഷണം നടത്തുന്നില്ല എന്നുമാണ് ഹർജിക്കാരന്റെ ആക്ഷേപം. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിലെ പ്രധാന പ്രതി P. സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് മറുപടി സത്യവാങ്മൂലം നൽകിയേക്കും. കള്ളപ്പണ ഇടപാട് കേസിൽ തനിക്ക് ഒരു ബന്ധവുമില്ലെന്നും രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെ മൊഴി നൽകാത്ത സാഹചര്യത്തിലാണ് താൻ പ്രതി ചേർക്കപ്പെട്ടത് എന്നുമാണ് P. സതീഷ് കുമാറിന്റെ വാദം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം AC മൊയ്തീന്റെ ബിനാമിയാണ് P. സതീഷ് കുമാർ എന്നാണ് EDയുടെ മറുവാദം. 100-ന് 10 രൂപ നിരക്കിൽ P. സതീഷ് കുമാർ പലിശ ഈടാക്കിയിട്ടുണ്ട് എന്നുമാണ് ED പറയുന്നത്. EDയുടെ കൊച്ചി അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്ത കേസിൽ എറണാകുളം പ്രത്യേക PMLA കോടതി P. സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച സ്വവർഗ പങ്കാളിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ പങ്കാളി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ പോലീസിന്റെയും സ്വകാര്യ ആശുപത്രിയുടെയും വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. വിഷയത്തിൽ ഇന്ന് മറുപടി നൽകാൻ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ കഴിഞ്ഞ ഞായറാഴ്ച മരിച്ച മനുവിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ അനുമതി തേടിയാണ് പങ്കാളിയായ ജെബിൻ കോടതിയെ സമീപിച്ചത്. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് വിശദീകരണം നൽകിയേക്കും. സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് പുറത്തുനിന്നുള്ളവരെ ചാൻസലർ തിരികെ കയറ്റിയെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഈ സാഹചര്യത്തിൽ സെനറ്റ് അംഗങ്ങളുടെ നിയമനവും തുടർ നടപടികളും റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. മാധ്യമപ്രവർത്തകനായ PV കുട്ടൻ, വ്യവസായി ദാമോദരൻ അവനൂർ എന്നിവരാണ് ഹർജിക്കാർ. ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് CP അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഗോവ ഗവർണറുടെ വാഹനവ്യൂഹത്തിലേക്ക് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനന്റെ മകൻ ജൂലിയസ് നിക്കിദാസ് കാറിടിച്ച് കയറ്റിയത് അബദ്ധത്തിലെന്ന് പോലീസ്. ഗവർണറുടെ വാഹനം കടന്നുപോയ ശേഷം ജൂലിയസ് ഓടിച്ചിരുന്ന വാഹനം പോലീസ് വിശദമായി പരിശോധിച്ചു. ദുരൂഹമായോ അസ്വാഭാവികമായോ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നും ഇതേ തുടർന്നാണ് പിഴ ചുമത്തി വിട്ടയച്ചത് എന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ CCTV ദൃശ്യങ്ങളിൽ എന്താണ് വ്യക്തമായിട്ടുള്ളത്? അഭിലാഷ, വാഹനവ്യൂഹം കടന്നുപോയ ശേഷമുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് സംഭവം തികച്ചും യാദൃച്ഛികമായി നടന്നത് അല്ലെങ്കിൽ അബദ്ധവശാൽ നടന്നത് എന്ന് തന്നെയാണ്. ഈ വാഹനവ്യൂഹത്തിനിടയിലേക്ക് അബദ്ധത്തിൽ വാഹനം ഇടിച്ചു കയറ്റിയതാണ് അല്ലെങ്കിൽ വാഹനം കയറ്റിയതാണ് എന്ന്
ജൂലിസ് നിവിദാസ് പറഞ്ഞു. ഒപ്പം ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ വാഹനം വിശദമായി പോലീസ് പരിശോധിക്കുകയും നിവിദാസിനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്നും മനസ്സിലായത് ഇത് തികച്ചും യാദൃച്ഛ്യമായി നടന്നതാണ്. ദുരൂഹമായ അസ്വാഭാവികമായ ഒന്നും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് 1000 രൂപ പിഴ ഈടാക്കി വാഹനം വിട്ടു നൽകിയതും മറ്റ് നിയമ നടപടികളിലേക്ക് പോവാതിരുന്നതും. എന്തായാലും വിശദമായ അന്വേഷണം അപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ നടത്തി എന്നും പോലീസ് പറയുന്നു. എന്നാൽ ഗോവ രാജ്ഭവൻ ഇക്കാര്യം കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്ഭവൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഒപ്പം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകും എന്നും അറിയിച്ചിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങ് ഗോവയിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇന്നലെ രാജ്ഭവൻ തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഇന്നും ഒരുപക്ഷെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൈമാറിയേക്കും. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് അനീഷ് കുമാർ നൽകിയത്. വയനാട് മാനന്തവാടിയിൽ വീട്ടമ്മയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് സമരത്തിനൊരുങ്ങി കുടുംബം. പനമരം നിർവാരം സ്വദേശിയായ നിഷയുടെ മരണം മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയകളെ തുടർന്ന് എന്നാണ് ആരോപണം. ഫെബ്രുവരി 1 കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ 47-കാരിയായ നിഷ മരിച്ചത്. 2023 സെപ്റ്റംബർ 28 മാനന്തവാടി സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിൽ വെച്ച് നിഷയുടെ ഗർഭപാത്രം നീക്കം ചെയ്തിരുന്നു. ഇതേ തുടർന്നുണ്ടായ പഴുപ്പ് ആന്തരികാവയവങ്ങളെ ബാധിച്ചുവെന്നും അണുബാധ രക്തത്തിൽ കലർന്നുവെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. കിഡ്നിയും തകരാറിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഈ 3 സർജറികളും ചെയ്തിട്ടുള്ളത് 3 വ്യത്യസ്തമായ ഡോക്ടർമാരും ഈ ഒരേ രോഗിക്ക് ഈ സെപ്റ്റംബർ മാസം മുതൽ ഈ പറഞ്ഞ ജനുവരിയിൽ ചെയ്യുന്ന 2 സർജറി ഉൾപ്പെടെ ആകെ 3 സർജറി ചെയ്തതിൽ 3 സർജറി അനസ്തേഷ്യ അടക്കം കൊടുത്താണ് സർജറി ചെയ്യുക. ഈ സർജറി ചെയ്തപ്പോൾ അനസ്തേഷ്യ കൊടുത്തു. തീർത്തും ആരോഗ്യവതിയായിട്ടുണ്ടായിരുന്ന ചെറിയമ്മയുടെ അവസ്ഥ ഒരു ആരോഗ്യവതി അല്ലാത്ത രീതിയിലേക്ക് ആക്കാൻ വേണ്ടി 3 സർജറി ചെയ്തു എന്നുള്ളതാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, പോലീസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെയും തീരുമാനം. എന്നാൽ ആശുപത്രിക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും ചികിത്സാ പിഴവെന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. ന്യൂസ് 18 വയനാട്. ഇനി ഒരു ദൃശ്യത്തിലേക്കാണ്. കോഴിക്കോട് ബീച്ചിൽ കലാ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ONVയുടെ ചെറുമകൾ അപർണ രാജീവിന്റെ പാട്ട് ആസ്വദിക്കുന്ന MT വാസുദേവൻ നായരെ കാണാം. കായിക വാർത്തകൾ നോക്കാം. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ ആരെന്ന് ഇന്നറിയാം. ഓസ്ട്രേലിയ പാകിസ്ഥാൻ മത്സരത്തിലെ വിജയിയെ ആയിരിക്കും ഇന്ത്യ നേരിടുക. ഇന്നലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ 2 വിക്കറ്റ് വിജയം നേടിയിരുന്നു. ദക്ഷിണാഫ്രിക്ക ഉയർത്തി 245 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 96 റൺസ് എടുത്ത സച്ചിൻ ദാസും 81 റൺസ് എടുത്ത ഉദയ് സഹാറും ചേർന്നാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ദക്ഷിണ കൊറിയയെ അട്ടിമറിച്ച് ജോർദാൻ ഫൈനലിൽ കടന്നു. ആദ്യമായാണ് ജോർദാൻ ഏഷ്യൻ കപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. മറുപടിയില്ലാത്ത 2 ഗോളിനായിരുന്നു ജോർദാന്റെ വിജയം. 3ാം കിരീടമെന്ന മോഹമാണ് ദക്ഷിണ കൊറിയയ്ക്ക് നഷ്ടമായത്. ചെറിയ കുറ്റങ്ങൾക്ക് പോലും അച്ഛനമ്മമാരെ ദ്രോഹിക്കുന്ന മക്കളുടെ വാർത്തകൾ നിരന്തരമായി നമ്മൾ കാണാറുണ്ട്. എന്നാൽ പ്രായമായ അമ്മയ്ക്ക് കാണാൻ വീടിനോട് ചേർന്ന് സൂര്യകാന്തി പാടം തീർത്ത 4 മക്കളെയാണ് ഇനി പരിചയപ്പെടുന്നത്. എറണാകുളം കാക്കനാട് വീടിനോട് ചേർന്നുള്ള 40 സെന്റ് സ്ഥലത്താണ് സൂര്യകാന്തി പൂത്തു നിൽക്കുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. സൂര്യനെ നോക്കി വിടർന്നു ചിരിച്ചു നിൽക്കുന്ന പൂക്കൾ, 6 അടിയോളം ഉയരത്തിൽ തലയുയർത്തി കാറ്റിലാടുന്ന പൂക്കളെ കാണാൻ പറഞ്ഞും കേട്ടും ഒരുപാട് പേരെത്തുന്നുണ്ട്.
തുതിയൂരിൽ കർഷകനായ വിജയനും 3 സഹോദരങ്ങളും ഉൾപ്പെടുന്ന സംഘം അമ്മയ്ക്ക് കാണുവാൻ വേണ്ടി മാത്രം കൃഷി ചെയ്തതാണിത്. അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രായമുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ, നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞ് ഇവിടെയൊക്കെ പോയാൽ കൊള്ളാം, പക്ഷേ എനിക്ക് നടക്കാൻ പറ്റില്ല, എൻ്റെ ആരോഗ്യം വളരെ മോശമാണ് എന്നുള്ള ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് എന്നാൽ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടാക്കുക. ഇതുപോലെ ഒരുപാട് വിഷമത അനുഭവിക്കുന്ന അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടി ഒരു തോട്ടം ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് ഒക്കെ കൂടി ചെയ്താണ്. ഞങ്ങളുടെ മൂത്തേട്ടനുണ്ട് ഷാജി എന്ന് പറഞ്ഞ, അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിൽ ചെയ്താണിത്. പൂക്കൾ കാണാനും പടമെടുക്കാനും ഒരുപാട് പേരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. അടിപൊളിയാണ്, മറ്റേ നല്ലോണം ഭംഗിയുണ്ട്, മനോഹരമാണ്. കൃഷി ഒരു സംസ്കാരമാണെന്ന സന്ദേശമാണ് കാണാനെത്തുന്നവരോട് വിജയനും സഹോദരങ്ങളും പകരുന്നത്. പലർക്കും വിത്തുകളും പൂവും നൽകുന്നു. മിക്ക പിള്ളേരും ആദ്യമായിട്ട് ഈ സാധനം കാണുന്നത്, തൊട്ടടുത്ത് ഇവിടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ആർക്കുമില്ല. ഇങ്ങനൊരു സാധനം ആ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സന്തോഷം ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവിടെ കാലത്ത് കുറച്ച് പേര് വന്നിട്ടുണ്ട്, പാലറ്റി കയറിയിരുന്നു, കിടപ്പ് രോഗികൾ. എന്നിട്ട് അവർ വന്നിട്ട് അപ്പോൾ ഒരു പൂവ് കട്ട് ചെയ്ത് തരും, മറ്റേ രോഗികൾക്ക് കാണിക്കാൻ വരാം, കിടപ്പ് രോഗികൾ. അങ്ങനെ പൂവൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത്. കർഷക കുടുംബമാണ് ഇവരുടേത്. കാക്കനാട് തുതിയൂരുള്ള ഭൂമിയിൽ ഓണക്കാലത്ത് ചെണ്ടുമല്ലിയും ജമന്തിയുമെല്ലാം കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ സൂര്യകാന്തി കൃഷിക്ക് നല്ലൊരു തുക ചെലവാക്കി. നഷ്ടമാണോ എന്ന് ചോദിച്ചാൽ വിജയന്റെ മറുപടി ഇങ്ങനെ: ഇതിൻ്റെ സീഡ് എടുത്ത് ഓയിലിന് വേണ്ടിയാണ്, ഓയിലിനും ഒക്കെ ആയിട്ടാണ് സാധാരണ കോമൺ ആയിട്ട് കൃഷി ചെയ്യണത്. പക്ഷേ ഇവിടെ അതിനുള്ള മില്ല് സൗകര്യങ്ങളൊന്നുമില്ല. പാലക്കാട് പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ കിളികൾക്ക് അതിന് ഫീഡ് കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കൂടി കാണുന്നവരൊക്കെ നമ്മളോട് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയണത് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. ന്യൂസ് 18 കൊച്ചി. ഈ പരിപാടി